ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് ലാബിഡാണ് നമ്മുടെ ഈ ഫോട്ടോയിൽ കാണുന്നത്. ഇത് റഷ്യയുടെ RT ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വാർത്ത. അദ്ദേഹം പറയുന്നു, അതിനിടയിൽ പ്രേക്ഷകരോട് പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ചാനൽ ത്വയ്ബ വേൾഡ് എന്നറിയപ്പെടുന്ന ചാനൽ ഇപ്പോൾ അതിൽ ചെറിയൊരു സ്ട്രൈക്ക് സംഭവിച്ചിട്ടുണ്ട്. ഫലസ്തീനിലെ ഫുട്ടേജുമായി ബന്ധപ്പെട്ട ഒരു സ്ട്രൈക്കാണ്. വീഡിയോ ചില പ്രതിസന്ധികളുണ്ട്. ഏതായിരുന്നാലും നമ്മൾ മുമ്പ് മറികടന്ന പോലെ ഈ പ്രതിസന്ധി മറികടക്കാൻ നമ്മൾ പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ത്വയ്ബ ഇന്റർനാഷണൽ എന്നറിയപ്പെടുന്ന ഒരു ചാനലിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിന് വേണ്ടപ്പെട്ട പിന്തുണ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം പഴയ ചാനലിൽ പ്രേക്ഷകരായി ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇതിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തിലേക്ക് കടക്കാം. അതായത് ഒരുവിധ കരാറുകളിലേക്കും എത്താതെ ഗസയിലെ യുദ്ധം അവസാനിക്കും. അതായത് കരാറിലേക്ക് എത്തുകയാണെങ്കിൽ ഹമാസ് ബന്ദികളാക്കിയ ആളുകളെ മോചിപ്പിക്കാൻ സാധിക്കും. അതേസമയം ഒരു ലക്ഷ്യവും കാണാതെ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും, നിർത്തേണ്ടി വരും. അതേ സമയത്ത് ബന്ദികളെ പോലും മോചിപ്പിക്കുക എന്ന കാര്യത്തിലേക്ക് എത്താൻ കഴിയില്ല. അതാണ് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, അതായത് ഇസ്രായേലിന്റെ തെക്ക് ഭാഗത്ത്, ഗസയുടെ ഭാഗത്ത് ശക്തമായ ആക്രമണം നടക്കുകയാണ്. പക്ഷെ അവിടെ സമാധാനം ഉണ്ടാവുകയാണെങ്കിൽ, ഗസയിൽ യുദ്ധം നിർത്തുകയാണെങ്കിൽ ഫലസ്തീനിന്റെ ഭാഗത്ത്, അതായത് ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്ത് സമാധാനം സ്ഥാപിക്കാൻ കഴിയും. അതാണ് അതിന് ഏറ്റവും വലിയ ഒരു ഫോർമുല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാല സഈമുൽ മുആറദ അൽ ഇസ്രായേലിയ യാഇർ ലാബിദ് അൽ അഹദ്, ഇന്ന് ഞായറാഴ്ചയാണ് അദ്ദേഹം ഈ പ്രസ്താവന പറയുന്നത്. ഇന്നൽ ഹർബ തൻതഹി മിൻ ദൂനി ഇബ്രാമി സഫഖതി തബാദുലിൽ അസ്റ മഅ ഹമാസ്, ഹമാസിനോടൊപ്പം ഒരു കരാറിലേക്കും എത്താതെ യുദ്ധം അവസാനിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. മുഅ്തബിറൻ അന്നൽ ഹുദൂഅ ഫിൽ ജനൂബ് സയുഅദ്ദി ലിതഹ്ദിയ ഫി ശിമാൽ, തെക്ക് ഭാഗത്ത്, അതായത് ഗസയുടെ ഭാഗത്ത് യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ, സമാധാനം കൊണ്ടുവരികയാണെങ്കിൽ അത് വടക്ക് ഭാഗത്തും സമാധാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് ഏറ്റവും നല്ല ഒരു തീരുമാനമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പക്ഷെ അതോടൊപ്പം അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഇസ്രായേൽ ഒരിക്കലും തന്നെ ഇറാന് സ്വന്തമായി ആക്രമിക്കുക എന്നത് അപകടമുണ്ടാക്കുന്ന കാര്യമാണ്. അതിന് ഒരിക്കലും ഇസ്രായേൽ മുതിരരുത്. കാരണം ഇസ്രായേലിന്റെ അവസാനമായിരിക്കും ആ യുദ്ധം എന്നാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ലെബനാനിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്, ലെബനാനെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും അത് ഇറാനുമായിട്ടുള്ള സംഘട്ടനത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ലെബനാനെ ആക്രമിച്ചാൽ അത് ഇറാൻ നേരിട്ട് ഇടപെടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നത് പല രീതിയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ സ്വന്തമായി ആക്രമിക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് പോലും ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നു, ഈ ലക്ഷ്യത്തിന് വേണ്ടി ലോകരാഷ്ട്രങ്ങളെ മൊത്തമായിട്ട് ഇറാനെതിരെ അണിനിരത്തേണ്ട, സൈനികമായി അണിനിരത്തേണ്ട സാഹചര്യമുണ്ട്. അദ്ദേഹം പറയുന്നു, അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വലിയൊരു ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇറാനെ അവസാനിപ്പിക്കുക എന്നത് ഇസ്രായേൽ മാത്രം കരുതിയാൽ നടക്കുന്ന കാര്യമല്ല. ലോകരാഷ്ട്രങ്ങളെ എല്ലാവരെയും ആ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് കൂട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു കാര്യങ്ങളുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കണം. ഗസയിൽ യുദ്ധം നിലനിൽക്കുമ്പോൾ ഇസ്രായേൽ ഒറ്റപ്പെടുകയാണ് ലോകതലങ്ങളിൽ നിന്ന് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതേ വാർത്ത തന്നെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും, ഇതേ കാല സഈമുൽ മുആറദ അൽ ഇസ്രായേലിയ യാഇർ ലാബിദ് ഇന്നൽ ഗുദൂഅ ഫിൽ ജനൂബ് سيؤدي لتهدئة في الشمال وهذا هو الخيار الأفضل مشيرا إلى أن الحرب التي تشنها إسرائيل على قطاع غزة قد تنتهي من دون إبرام صفقة تبادل للأسرى مع حركة حماس. അത് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ ഇറാൻ സ്വന്തമായിക്കൊണ്ട് ഇറാനെ ആക്രമിക്കുക എന്നതിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങേണ്ടതുണ്ട്. ബൽ തുജന്നിദുൽ ആലമ ലിദാലിക വലിഹാദ സബബ് യജിബു വഖ്ഫുൽ ഹർബി ഫി അസ്സലി അന്ന ഇസ്രായേൽ ബിഹാജ ഇലാ ആമൈൻ ലിതഅദീദിൽ ജഹ്ദി സിയാസി വൽ അസ്കരി. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയുന്നു. ലിഅന്ന ഇസ്രായേൽ ബിഹാജ ഇലാ ആമൈൻ ലിതഅസീസിൽ ജഹ്ദി സിയാസി വൽ അസ്കരി.
സൈനികപരമായും രാഷ്ട്രീയപരമായും ഇസ്രയേലിന് 2 വർഷമെങ്കിലും ഇറാനുമായി യുദ്ധം ചെയ്യണമെങ്കിൽ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾക്ക് ആവശ്യമാണ്. കാരണം രാഷ്ട്രീയ തലങ്ങളിൽ ഇസ്രായേൽ ഇപ്പോൾ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ആ ഒരു തലങ്ങളിൽ നിന്ന് മാറി രാഷ്ട്രീയ തലങ്ങളിൽ വീണ്ടും മുന്നോട്ട് വരണമെങ്കിൽ 2 വർഷമെങ്കിലും എടുക്കും. അതിനും യുദ്ധം അവസാനിപ്പിക്കണം. അതുപോലെ സൈനികപരമായും വലിയ പ്രതിസന്ധിയുണ്ട്. അത് മറികടക്കണമെങ്കിലും 2 വർഷം ആവശ്യമായി വരും. യുദ്ധ ഉപകരണങ്ങളിലും മറ്റുമൊക്കെയുള്ള ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതിനെയൊക്കെ മറികടക്കാൻ തീർച്ചയായും 2 വർഷം ആവശ്യമാണ് എന്നാണ് ഇതിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഇന്ന് അൽ ജസീറ പുറത്തുവിട്ട മറ്റൊരു വാർത്തയാണ് സിത്തത്തുൻ വൈശ്റൂന ഖതീലൻ ബി ജയ്ഷിൽ ഇഹ്തിലാൽ ഫി ഷഹർ. ഈ മാസം, അതായത് ജൂൺ മാസത്തിൽ മാത്രം ഇസ്രായേലിന്റെ 26 സൈനികർ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത് ഇസ്രായേലിന്റെ തന്നെ വാർത്താ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. കശ്മത്ത് മസാദിർ ഇലാമിയ ഫി ദാഖിൽ ഇസ്രായേലി ഇഹ്സായിയ തുബയ്യിനു അദദൽ ഖത്ല ബൈന ജുനൂദി ജയ്ഷിൽ ഇഹ്തിലാൽ ഇസ്രായേലി വൽ മുസ്തൗതിനീന മുൻദു ബിദായത്തി ഷഹ്രിൽ ഹാലി ഫീ കുല്ലി മിൻ ഖിതാഇ ഗസ്സ വല്ലഫൽ ഗർബിയ്യൽ മുഹ്തല്ല. വെസ്റ്റ് ബാങ്കിലും അതുപോലെ തന്നെ ഗസ്സ സ്ട്രിപ്പിലും ഈ മാസം മാത്രമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് സൈനികരുടെ എണ്ണം 26 ആണ് എന്നാണ് പറയുന്നത്. ജൂൺ 5 മഖ്തലു ജുന്ദി ഫീ ഹുജൂമിൻ ബി മുസയ്യറ അത്ലഖഹ ഹിസ്ബുല്ലാ അലാ തജമ്മുഇ ജുനൂദിൻ ഫി ഹർഫിഷ്. അതായത് ഇസ്രായേലിന്റെ ലബനാനുമായി അതിർത്തി പങ്കിടുന്ന ഭാഗത്താണ് ജൂൺ 5 ഒരു സൈനികൻ മരണപ്പെട്ടത്. അത് ഹിസ്ബുള്ളയുടെ ഡ്രോൺ അറ്റാക്ക് മുഖേനയാണ്. അതുപോലെ തന്നെ ജൂൺ 6 മഖ്തലു ജുന്ദി ഫി ഇസ്തിബാഖ് മുസല്ലഹ് ഖൽഫ ഖുതൂതി മിൻ റഫൈൽ. ഇസ്രായേൽ സൈനികരുടെ പിന്നിൽ നിന്നുള്ള ആക്രമണത്തിലൂടെയാണ് രണ്ടാമത്തെ ഒരു സൈനികൻ കൊല്ലപ്പെടുന്നത്. മഖ്തലു ദാബിത് ഫി വഹദത്തിൽ യമാം അൽ ഖാസ് ഖിലാല അമലിയത്തി ഇസ്തിആദത്തിൽ അസ്റ അൽ അർബഅ മിൻ മിൻതഖത്തി അൻ നുസൈറാത്ത്. നുസൈറാത്ത് ക്യാമ്പിന്റെ ഭാഗത്തുള്ള 4 ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയ കൂട്ടത്തിലാണ് ഒരു പ്രധാനപ്പെട്ട സൈനികൻ മരണപ്പെട്ടിരിക്കുന്നത്. അതുപോലെ കൃത്യമായി 26 സൈനികർ മരണപ്പെട്ടതിന്റെ കണക്കുകൾ ഇസ്രായേലിന്റെ പത്രങ്ങൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഈ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കൃത്യമായി ബാക്കിയുള്ള ഓരോ ഡേറ്റുകളിലും കൊല ചെയ്യപ്പെട്ടുള്ള സൈനികരുടെ എണ്ണം ഇത് ഇസ്രായേൽ പത്രങ്ങൾ സൂചിപ്പിക്കുന്ന കണക്കുകളാണ്. അതേ സമയത്ത് മറ്റു പത്രങ്ങളും മറ്റു വാർത്താ മീഡിയകളും ഒക്കെ സൂചിപ്പിക്കുന്ന കണക്കുകൾ ഇതിൽ നിന്നൊക്കെ പല രീതിയിലും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇറാനുമായിട്ടുള്ള ആക്രമണം ഇസ്രായേലിന്റെ വലിയ തലവേദന ഉണ്ടാക്കും, വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അങ്ങനെ ഒരു യുദ്ധത്തിന് ഒരുങ്ങുകയാണെങ്കിൽ ലോകരാഷ്ട്രങ്ങളെ മൊത്തം കൂട്ടുപിടിച്ചായിരിക്കണം യുദ്ധത്തിന് ഒരുങ്ങേണ്ടത്. അതിന് 2 വർഷമെങ്കിലും ഇസ്രായേൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. പക്ഷെ അതിൻ്റെ എല്ലാം പ്രഥമ ഘട്ടം എന്ന നിലയിൽ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കണം. ആ യുദ്ധം അവസാനിപ്പിക്കാതെ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്.